അൽ-ഖ്വയ്ദയുടെ തീവ്രവാദ പ്രവർത്തനം കണ്ട് ആവേശമുറ്റിയ ഇസ്ലാമിക തീവ്രവാദികൾ ഇന്ത്യയിൽ നടത്താൻ പ്ലാൻ ചെയ്ത തീവ്രവാദ ഖിലാഫത്തിനെ തരിപ്പണമാക്കിക്കൊണ്ട് ദില്ലി പോലീസ് രാജ്യത്തിനൊരുക്കിയത് ശക്തമായ രക്ഷാകവചം. രാജ്യത്ത് ഖിലാഫത്ത് പ്രഖ്യാപിക്കാൻ ഒരുമ്പെട്ട ആഗോള തീവ്രവാദ സംഘടനയായ അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ഭീകര സംഘടനയിലെ 14 പേരെയാണ് ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ ജാർഖണ്ഡ് റാഞ്ചിയിലെ ഒരു പ്രമുഖ സ്വകാര്യ ആശുപത്രിയിൽ റേഡിയോളജിസ്റ്റായി ജോലി ചെയ്യുന്ന ഡോക്ടർ ഇഷ്തിയാഖ് അലി എന്നയാളും മുഖ്യപ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെൽ ആയിരുന്നതുകൊണ്ട് വൈദ്യത്തിന്റെ മറവിൽ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ വൈറസുകളെ ഇന്ത്യയിലേക്ക് കടത്തി കടുത്ത അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാൻ അൽ-ഖ്വയ്ദ മൊഡ്യൂളിന്റെ തലവനായി ജാർഖണ്ഡിൽ പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ 5-ലധികം വർഷങ്ങൾ തങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച ഡോക്ടർ രാജ്യം ഭയക്കുന്ന തീവ്രവാദിയായിരുന്നു എന്ന ഞെട്ടലിൽ നിന്ന് റാഞ്ചിയിലെ ആശുപത്രി ജീവനക്കാർ ഇതുവരെ മോചിതരായിട്ടില്ല. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയൊട്ടുക്കും നടത്താനിരുന്ന വമ്പൻ തീവ്രവാദ ആക്രമണങ്ങളാണ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തിയ 16 റെയ്ഡുകളിലൂടെ തകർത്ത് 14 ഭീകരരെ കസ്റ്റഡിയിലെടുത്തത്. അങ്ങേയറ്റം നിഗൂഢമായി ആസൂത്രണം ചെയ്ത ഈ മൊഡ്യൂളിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ATS ജാർഖണ്ഡ്, രാജസ്ഥാൻ, UP എന്നിവിടങ്ങളിലെ പോലീസ് സേനയുമായി ചേർന്ന് നടത്തിയ ഓപ്പറേഷനിലാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തുരങ്കം വയ്ക്കാനിറങ്ങിയ ഭീകരവാദികൾ തുറങ്കിലായത്. ഇന്ത്യയിൽ അങ്ങേയറ്റം ഭീകരമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും ശക്തമായ ഖിലാഫത്ത് നടപ്പിലാക്കുവാനുമാണ് ഡോക്ടർ ഇഷ്തിയാഖിന്റെ നേതൃത്വത്തിലെ അൽ-ഖ്വയ്ദ തീവ്രവാദ മൊഡ്യൂൾ പദ്ധതി ഒരുക്കിയതെന്ന് ദില്ലി പോലീസ് പറഞ്ഞു. ഈ തീവ്രവാദ സംഘത്തിലെ അംഗങ്ങൾക്ക് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വിദഗ്ധമായ പരിശീലനം ലഭിച്ചിരുന്നുവെന്നും പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ദില്ലിയിൽ മാത്രമല്ല, അൽവാർ, രാജസ്ഥാനിലെ ചൗപ്പങ്കി, ഭിവാദി, ഖൈർതാൽ, തെഹസീൽ എന്നിവിടങ്ങളിലും ദില്ലി പോലീസ് സംഘം നടത്തിയ റെയ്ഡിൽ ഭീകരവാദികളുടെ മൊഡ്യൂൾ കണ്ടെത്തി. ഇവിടെ നിന്ന് അൽ-ഖ്വയ്ദ അംഗങ്ങളായ 6 തീവ്രവാദികളെയാണ് പിടികൂടിയത്. കൂടാതെ ആയുധങ്ങളും രാജ്യവിരുദ്ധമായ പ്രവണതകൾക്ക് ആഹ്വാനം നൽകുന്ന ആക്ഷേപകരമായ രേഖകളും ആയുധങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനത്തിനിടെ രാജസ്ഥാനിലെ ഭിവാദിയിൽ നിന്ന് 6 പേരെയും ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 8 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ആയുധങ്ങളും വെടിക്കോപ്പുകളും തെളിവുകളും ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ATS. ഇതിനിടയിൽ ദരേഗഞ്ചിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരനും മുമ്പ് പൂനെ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒളിച്ചോടിയ ഭീകരനുമായ റിസ്വാൻ അലിയെ ദില്ലി പോലീസ് പിടികൂടി. ഇയാളുടെ കയ്യിൽ നിന്ന് 30 ബോർ പിസ്റ്റൾ, 3 ലൈവ് കാഡ്രിഡ്ജുകൾ, 2 മൊബൈൽ ഫോണുകൾ എന്നിവ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര ഭീകരനായ ഇയാളുടെ തലയ്ക്ക് മുമ്പ് NIA 3 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. പൂനെ ആസ്ഥാനമായുള്ള ഭീകര സംഘത്തിന്റെ മൊഡ്യൂളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന അലി ഡൽഹി NCR കേന്ദ്രീകരിച്ച് ചില VIP-കൾക്കെതിരെ ആക്രമണം നടത്താൻ നിരീക്ഷണം നടത്തിയിരുന്നു എന്ന ശക്തമായ സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. ഈ സംഭവം രാജ്യത്തിന് നൽകുന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ്. ഡോക്ടർ ഇഷ്തിയാഖ് അലിയെ പോലുള്ള ആഗോള ഇസ്ലാമിക തീവ്രവാദികളിൽ നിന്ന് അച്ചാരം പറ്റി രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ കച്ചമുറുക്കി ഇറങ്ങിയ അനേകം ഭീകരർ ഒന്നും അറിയാത്ത പാവത്താന്മാരെ പോലെ നമ്മുടെ ഇടയിൽ പണിയെടുത്ത് ജീവിക്കുന്നുണ്ടാകാം. മത തീവ്രവാദത്തിന്റെ നടുത്തുണ്ടം തിന്ന് ജീവിക്കുന്നവൻ സ്ഥായി ഭാവം പൂണ്ട് വിലപ്പെട്ട ജീവനുകൾക്ക് വില പറയുന്നതിന് മുമ്പ് അവരെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ്. ദില്ലി പോലീസിനും ATSനും ബിഗ് സല്യൂട്ട്.